ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യ ലഹരി ആമുഖം എന്നുള്ള ഒരു വിഷയം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ സൗന്ദര്യ ലഹരിയുടെ ആമുഖം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ലഹരിയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ശ്ലോകങ്ങളിലേക്ക് പോകും. അപ്പോ വാഗ്ദേവിയായിട്ട്, മഹാലക്ഷ്മിയായിട്ട്, ശ്രീ പാർവതിയായിട്ട് ഇവർക്കെല്ലാം പരയും ആ ഒരു ദുരധി ഗമ നിസ്സീമ മഹിമ. എന്താണ് തുരി? നമ്മൾ ഇതിനകത്തൊരു ശ്ലോകമുണ്ട് സൗന്ദര്യ ലഹരിയില്, തുരീയ കാപിത്വം ദുരധി ഗമ നിസ്സീമ മഹിമ മഹാമായ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി എന്നൊരു ശ്ലോകമുണ്ട് ഇതിൽ തന്നെ, ഈ സൗന്ദര്യ ലഹരിയില്. അപ്പൊ അമ്മ ആരൊക്കെയാണെന്ന് പറയുകയാണ്. വാഗ്ദേവിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും ശ്രീ പാർവതിയായിട്ടും ഇവർക്കെല്ലാം പരയായിട്ടും ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത, അതാണ് ദുരധിഗമ നിസ്സീമ മഹിമാവുമായിരിക്കുന്ന, മഹാമായായിരിക്കുന്ന, പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന, സദാശിവന്റെ മഹിഷിയായിട്ടിരിക്കുന്ന, പലതരത്തിൽ ആരാധിക്കപ്പെടുന്ന പരമ ചൈതന്യത്തെ കുറിച്ചുള്ള ഒരു സ്തോത്രമാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ഇതേ എന്താ പറയാ, സൗന്ദര്യ ലഹരി മാത്രമല്ല, ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമത്തെ പറയാം, ദേവി മഹാത്മ്യത്തെ പറയാം. അപ്പോ ഈ ലളിതാ സഹസ്രനാമവും സൗന്ദര്യ ലഹരിയും ദേവി മഹാത്മ്യവും എല്ലാം തന്നെ ഒരേ ദേവത, പരാശക്തിയായിരിക്കുന്ന ഭഗവതിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം അത് എന്താ പറയാ, ദേവിയുടെ വിവിധ ഭാവങ്ങളെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ 100 ശ്ലോകങ്ങളുള്ള സൗന്ദര്യ ലഹരിയുടെ ആദ്യത്തെ 41 ശ്ലോകങ്ങളെയാണ് നമ്മൾ ആനന്ദ ലഹരി എന്ന് പറയുന്നത്. 42 മുതലുള്ള ശ്ലോകങ്ങളെ സൗന്ദര്യ ലഹരി എന്ന് രണ്ടായിട്ട് തിരിച്ചു പറയാറുണ്ട്. അപ്പൊ 41 വരെയുള്ള ഭാഗത്ത് ദേവീപരമായിരിക്കുന്ന തന്ത്ര മന്ത്ര യന്ത്രങ്ങളുടെ വിവരണമുണ്ട്. തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട ദർശനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പൂർവ്വഭാഗത്തിനും ഉത്തരഭാഗത്തിനും തമ്മിൽ പ്രതിപാദ്യത്തിനും പ്രതിപാദന രീതിക്കും തന്നെ വളരെയധികം വ്യത്യാസമുണ്ട്. 41 ശ്ലോകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് കോർ ഓഫ് സൗന്ദര്യ ലഹരി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യത്യാസം പരിഗണിച്ചിട്ടായിരിക്കണം പൂർവ്വഭാഗം ശങ്കര ഭഗവത്പാദർ രചിച്ചതല്ല എന്ന് ചിലര് വാദിക്കുന്നുണ്ട്. ഇതിന് കാരണം ആചാര്യ ഭഗവത്പാദർ കൈലാസം സന്ദർശിച്ചപ്പോൾ ശിവൻ അദ്ദേഹത്തിന് 5 ശിവലിംഗങ്ങൾ സമ്മാനിച്ചുവെന്നും കൈലാസത്തിലെ ശിവാലയത്തിന്റെ ചുവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 100 ശ്ലോകങ്ങളും ഭൂമിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ അനുവദിച്ചുവെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യത്തിന് തന്നെ 2 വ്യത്യസ്ത രൂപങ്ങൾ പ്രചരിപ്പിച്ച് കാണുന്നുണ്ട്. ഒന്ന്, ഈ സ്തോത്രം രചിച്ചത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ്. മറ്റൊന്ന്, അത് സാക്ഷാൽ ലളിതാ പരമേശ്വരിയാണ് രചിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ശങ്കരാചാര്യര് ശ്ലോകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നന്ദികേശ്വരൻ, അതായത് ഗണപതിയാണെന്നും പറയുന്നുണ്ട്, ഒടുവില് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങൾ മായ്ക്കാൻ ആരംഭിച്ചു. അപ്പൊ ആചാര്യ ഭഗവത്പാദർ 41 ശ്ലോകങ്ങൾ വായിച്ചപ്പോഴേക്കും ബാക്കി മായ്ച്ചു കളഞ്ഞിരുന്നു. അപ്പൊ 42 മുതലുള്ള ശ്ലോകങ്ങള് ശങ്കരാചാര്യ സ്വാമികള് സ്വയം നിർമ്മിച്ചു ചേർത്തു എന്ന് പറയണു. അപ്പൊ കൈലാസത്തില് രേഖപ്പെടുത്തിയിരുന്ന സൗന്ദര്യ ലഹരി പൂർണ്ണമായിരിക്കുന്ന ദേവിയുടെ തന്നെ ഒരു മന്ത്രശാസ്ത്ര രഹസ്യങ്ങൾ അടങ്ങിയ എന്താ പറയാ, വളരെ ഉയർന്ന ഒരു താന്ത്രിക ഗ്രന്ഥം തന്നെയാണ്. മറ്റൊരു ഐതിഹ്യപ്രകാരം ഈ സ്തോത്രം മഹാമേരു പർവ്വതത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. ഗൗഡപാദാചാര്യര് അത് ഭൂമിയിൽ കൊണ്ടുവന്ന് തന്റെ ശിഷ്യനായിരിക്കുന്ന ഗോവിന്ദാചാര്യർക്ക് നൽകിയെന്നും അദ്ദേഹം അത് ശങ്കരാചാര്യ സ്വാമികൾക്ക് കൊടുത്തുവെന്നും പറയപ്പെടുന്നുണ്ട്. ചില സമ്പ്രദായത്തില് ആ ഒരു എന്താ പറയാ, അസ്യശ്രീ സൗന്ദര്യ ലഹരി സ്തോത്ര മന്ത്രസ്യ ഗോവിന്ദ ഋഷിഹി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ മന്ത്രം കൊണ്ട് നമ്മൾ എന്താണ്, സൗന്ദര്യ ലഹരി ആരംഭിക്കുന്നത് ഗോവിന്ദ ഋഷി എന്ന് പറയുമ്പോൾ ഗോവിന്ദ ഋഷി ആണ് ഇത് ഗോവിന്ദ ഋഷിയാൽ രചിക്കപ്പെട്ടതെന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഗൗഡപാദാചാര്യരിൽ നിന്ന് ശങ്കരാചാര്യർക്ക് നേരിട്ട് കിട്ടിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. അപ്പോ അർത്ഥം എന്തെന്ന് ചിന്തിക്കാതെ ഉരുവിട്ടാൽ പോലും പുരുഷാർത്ഥങ്ങൾ നേടാൻ ഉതകത്തക്കവണ്ണം മന്ത്രാക്ഷരങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സ്തോത്രങ്ങളുടെ രചനയാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഈ 41 ശ്ലോകങ്ങൾ. ആദ്യത്തെ ഇതിനെ നമ്മൾ ആനന്ദ ലഹരി എന്നാ പറയുന്നത്. നമ്മൾ മൊത്തം 100 ശ്ലോകങ്ങളെ ഒരുമിച്ച് സൗന്ദര്യ ലഹരി എന്നും ആദ്യത്തെ 41 ശ്ലോകങ്ങളെയാണ് ആനന്ദ ലഹരി എന്ന് പറയുന്നത്. അപ്പൊ സ്തോത്രം ആവർത്തിച്ച് ചൊല്ലുന്ന ഭക്തൻ താൻ അറിയാതെ മന്ത്രോച്ചാരണം ചെയ്യുന്നത് മൂലം മന്ത്രോദ്ധാരം സംഭവിക്കുകയും ആ ഒരു ഉണർന്ന മന്ത്രദേവതകളുടെ അനുഗ്രഹം ഉപാസകന് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ സ്തോത്രവും ഉപാസകനുമായിട്ട് ഇണങ്ങിക്കഴിയുമ്പോൾ സ്തോത്രത്തിന്റെ അർത്ഥം ഉപാസകന് മനസ്സിലാവും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോ കാലം കൊണ്ട് അന്തർഹിതമായിരിക്കുന്ന മന്ത്ര തന്ത്ര രഹസ്യങ്ങളെല്ലാം തന്നെ അനാവൃതമാവണമെങ്കിൽ എന്താ വേണ്ടത്? പൂർണ്ണമായിരിക്കുന്ന പരാശക്തിയുടെ അനുഗ്രഹം വേണം. അത് നന്നായി നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കുകയും വേണം. അർത്ഥമറിഞ്ഞ് സ്തോത്രങ്ങൾ ഉച്ചരിച്ചാൽ വളരെ നല്ലതാണ്. നമ്മൾ അപ്പൊ അറിയാതെ ജപിച്ചാലും ഫലമുണ്ടാകും. നമ്മളെ കാൽ വഴുതി ഗംഗയിൽ വീണാലും ഗംഗാജലം ശരീരത്തിൽ പുരളും, അല്ലെ? അപ്പൊ ഈ ശാരദാദേവി, രാമകൃഷ്ണ പരമഹംസരുടെ ഭാര്യയായിരിക്കുന്ന ശാരദാദേവി അങ്ങനെ ഉപദേശിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ മഹാസ്തോത്രങ്ങളിലെ ശ്ലോകങ്ങൾ ഓരോന്നും ഓരോ ക്ഷേത്രങ്ങളാണെന്നും സ്തോത്രം മൊത്തത്തിലെ മഹാക്ഷേത്രമാണെന്നും നമുക്ക് കണക്കാക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മഹാസ്തോത്രമാണ് സൗന്ദര്യ ലഹരി. ഇതിലെ 100 ശ്ലോകങ്ങളും മന്ത്രങ്ങളായിട്ട് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഉപയോഗിക്കുന്ന നിരവധി സമ്പ്രദായങ്ങള് ഭാരതത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിന് തക്കവണ്ണം ഓരോ ശ്ലോകത്തിനും ഉപയോഗിക്കാൻ തക്കമുള്ള യന്ത്രങ്ങള്, മന്ത്രാക്ഷരങ്ങള്, പൂജാവിധികള് എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ ഈ കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ പ്രദേശങ്ങളില് സാമാന്യമായി സ്വീകരിച്ചു വരുന്ന ആരാധനാ ക്രമങ്ങളും യന്ത്രവും യന്ത്രത്തിലെ മന്ത്രാക്ഷര വിന്യാസവും അതത് ശ്ലോകങ്ങളിൽ വ്യാഖ്യാനത്തോടൊപ്പം ചേർത്തിട്ടുമുണ്ട്. അപ്പൊ ഇത് ഗുരു ഉപദേശം അനുസരിച്ച് മാത്രം ചെയ്യേണ്ടവയാണ്. നമുക്ക് പരസ്യമായി അത് പറയാൻ സാധ്യമല്ല. അപ്പൊ സൗന്ദര്യ ലഹരിയുടെ ഭാഗം എന്ന് പറയുന്നത് ദേവീ തന്ത്രങ്ങളുടെ ഒരു സാര സംഗ്രഹമാണ്. അതെന്താണെന്ന് ചോദിച്ചാല് ശ്രീചക്രം, കുണ്ടലിനി യോഗം തുടങ്ങി ഗ്രഹിക്കാൻ വിഷമമുള്ള നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ ആകാവുന്നിടത്തോളം വിശദമായിട്ട് പ്രയോഗ വിധികൾ പറഞ്ഞിട്ടുണ്ട് ശ്ലോകങ്ങളിൽ തന്നെ. അത് നമുക്ക് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അറിയാം. ശ്രീചക്രത്തെ കുറിച്ച് വ്യാഖ്യാനത്തിൽ വേണ്ട വിധം വിവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ശ്രീചക്രം എന്നൊരു ലഘു പ്രബന്ധം തന്നെ എല്ലാ ടെക്സ്റ്റുകളിലും വ്യാഖ്യാതാക്കള് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ ശ്രീചക്ര പൂജാവിധികൾ അതിൽ ചേർത്തിട്ടില്ല. കാരണം ഇതെല്ലാം തന്നെ പരമ്പരയിലൂടെ ഗുരുമുഖത്തു നിന്ന് അറിയേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ആനന്ദലഹരിയിൽ 32ാമത്തെ ശ്ലോകം ശ്രീവിദ്യ മന്ത്രത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് അത് ഒരു ഗുരുപദേശമില്ലാതെ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ പോലും 32ാമത്തെ ശ്ലോകമൊക്കെ നമുക്ക് എടുത്ത് എന്താ പറയാ പുരസ്ചരണം ചെയ്യുകയോ അതിന്റെ യന്ത്രമന്ത്രങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യാനോ പാടില്ല. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ഗുരുമുഖത്ത് നിന്ന് ഒരു ചിട്ടയോടുകൂടി ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ സൗന്ദര്യ ലഹരിയെ കുറിച്ച് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ശ്ലോകമായിരിക്കുന്ന ശിവശക്തിയാ യുക്തോ നമ്മൾ കണ്ടു. അതിന്റെ കൂടുതൽ ഭാവാർത്ഥങ്ങള്, മന്ത്രാർത്ഥങ്ങള് എല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ശ്ലോകം നമ്മൾ കണ്ടു. ശിവശക്തിയാ യുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അഥസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരഭി പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യ പ്രഭവതി. വളരെ മനോഹരമായിരിക്കുന്ന എന്താ പറയാ ഒരുപാട് മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന മന്ത്രശാസ്ത്രത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറയാം ഈ 4 വരികളെ നമുക്ക്. കാരണം ഈ ആദ്യത്തെ ശ്ലോകം തന്നെ പൂർണ്ണമായിരിക്കുന്ന മന്ത്രശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയാറുണ്ട്. ഏകദേശം ഒരു 24 എന്താ പറയാ ബീജമന്ത്രങ്ങൾ അടങ്ങിയ ഒരു ശ്ലോകമാണിത്. അപ്പൊ എന്താണ് ശിവൻ? ശിവ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നർത്ഥം. ആദ്യത്തെ തന്നെ മംഗള സ്വരൂപത്തോടു കൂടി ആരംഭിക്കുകയാണ്. ശക്തിയ എന്ന് പറഞ്ഞാൽ ശക്തിയോട്, യുക്ത എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നവൻ, യതി എങ്കിൽ, പ്രഭവിതം പ്രഭവിക്കുന്നതിന്, ശക്ത അതായത് ശക്തനായി, ഭവതി ഭവിക്കുന്നു. ഏവം എന്ന് പറഞ്ഞാൽ അപ്രകാരം, ന ചേത് അല്ല എന്ന് വരികിലോ, ദേവ എന്ന് പറഞ്ഞാൽ ദേവൻ, സ്പന്ദിതുമപി സ്പന്ദിക്കുന്നതിന് പോലും, കുശല എന്ന് പറഞ്ഞ സമർത്ഥൻ, ന ഖലു അല്ല തന്നെ. അതിനാൽ അതഹ ഹരിഹര ബിരിഞ്ചാതിബിരബി ഹരി, ഹരൻ, ബിരിഞ്ചൻ തുടങ്ങിയവരാൽ പോലും ആരാധ്യം ആരാധ്യയായ ത്വാം നിൻ തിരുവടിയുടെ പ്രണന്തും പ്രണമിക്കുന്നതിന്, സ്തോതും വാ സ്തുതിക്കുന്നതിനും, അകൃത പുണ്യം ചെയ്യാത്തവൻ, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, പ്രഭവതി സമർത്ഥനായി തീരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? പ്രപഞ്ചത്തിന് ആധാരഭൂതിയായിരിക്കുന്ന അല്ലയോ അമ്മേ, ശിവൻ ശക്തിയോട് അതായത് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന നിൻ തിരുവടിയോട് കൂടിച്ചേർന്നിരുന്നുവെങ്കിൽ പ്രഭവിക്കുന്നതിന് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരാദികളായ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ശക്തനായി ഭവിക്കുന്നു. കൂടിച്ചേരുന്നുവെങ്കിൽ അതായത് എന്താ? ഇപ്പൊ കൂടിച്ചേർന്നിട്ടില്ല, കൂടിച്ചേർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഇത് സാധ്യമാകുള്ളൂ എന്നർത്ഥം. അങ്ങനെ അല്ല എന്ന് വരികിൽ ദേവൻ സ്പന്ദിക്കുന്നതിന് പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല. അതുകൊണ്ട് ഹരി, ഹരൻ, ബിരിഞ്ചൻ തുടങ്ങിയുള്ള എല്ലാരാലും ആരാധ്യയായിരിക്കുന്ന നിൻ
നിൻ തിരുവടിയെ പ്രണമിക്കുന്നതിനും സ്തുതിക്കുന്നതിനും പുണ്യം ചെയ്യാത്തവൻ എങ്ങനെ ശക്തിമാനായി തീരും? വളരെ മനോഹരമായിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. ലോകാനുഗ്രഹത്തിനായിട്ട് ഈ സ്തോത്രം രചിച്ച ശങ്കരാചാര്യ സ്വാമികള് ഭക്തന്മാർക്ക് സർവമംഗളങ്ങളും ഉണ്ടാകുന്നതിനായിട്ട് ഇത് തുടങ്ങിയത് തന്നെ ശിവ എന്നുള്ള ശബ്ദം കൊണ്ടാണ്. ആദ്യ ശ്ലോകം ആരംഭിക്കുകയാണ് അങ്ങനെ. അപ്പൊ സർവമംഗളം തരുന്നവൻ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ രൂപത്തില് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനായ ശിവൻ എന്നർത്ഥം. ഇങ്ങനെ ശിവൻ ജഗൻ നിർമ്മാണ ശക്തനും അവിദ്യാവിച്ഛന്ന ചൈതന്യവുമായിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ്. എങ്കിലും പ്രപഞ്ചത്തിന്റെ ശക്തി തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ശക്തിയോട് ചേർന്നാൽ മാത്രമേ അദ്ദേഹം ശക്തനായിട്ട് തീരുന്നുള്ളൂ. അപ്പൊ ശക്തി സംയുക്തനല്ലെങ്കിൽ സ്പന്ദന ശക്തി പോലും ശിവൻ ഉണ്ടാകുന്നില്ല. പ്രഭവിക്കുക എന്നുള്ള പദത്തിന് പ്രകർഷേണ ഭവിക്കുക എന്നാണ് അർത്ഥം. അപ്പോ ശിവൻ തന്നെയാണ് പ്രപഞ്ച രൂപേണ പ്രകടീഭവിക്കുന്നത് എന്ന ഈ പദപ്രയോഗം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം സ്വയം പ്രപഞ്ച രൂപമായി പ്രകടീഭവിക്കുന്നതിന് ബ്രഹ്മത്തിന് കഴിയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ലാത്ത ശക്തിയുമായിട്ട് ചേരുമ്പോൾ മാത്രമാണ്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നവും ബ്രഹ്മത്തെ പ്രവർത്തിപ്പിക്കുന്നതും സ്വയം ദീപ്തവും ബ്രഹ്മാണ്ട കോടികളിൽ വ്യാപ്തവുമായിരിക്കുന്ന ചൈതന്യത്തെയാണ് ശക്തി എന്ന പദം കുറിക്കുന്നത്. അപ്പൊ ഒരേ പരമ ചൈതന്യം പുരുഷ പ്രകൃതികളായിട്ട് പിരിയുന്നതും പരസ്പര പ്രേരണ കൊണ്ട് പ്രപഞ്ച രൂപമായിട്ട് പരിണമിക്കുന്നതും ആ ഒരു കാരണഭൂതമാകുന്നത് ആകുന്ന ആദി വികാരത്തെയാണ് നമ്മൾ സ്പന്ദം എന്ന പദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലേ, കുണ്ടലിനി എന്ന ശക്തിയെ നമ്മൾ എന്താ സാധാരണഗതിയിൽ തന്ത്രശാസ്ത്രം സ്പന്ദം എന്നാണ് പറയുന്നത്, സ്പന്ദിക്കുന്നത്. അപ്പൊ അനാദി ബ്രഹ്മരൂപനായിരിക്കുന്ന ശിവന് ലോക സൃഷ്ടിക്കുള്ള അഭിവാഞ്ച ഉണ്ടാകുന്നതും ആ ആദി പ്രേരണയ്ക്ക് രൂപം നൽകുന്നതും പ്രകൃതി രൂപിണിയായിരിക്കുന്ന പരാശക്തിയാണ്. ഇപ്പൊ ശക്തിയുടെ ആ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ശിവൻ പ്രവർത്തനരഹിതനാണ്. ഇപ്പൊ പരോ അഭിശക്തിരഹിത ശക്തകർത്തും ന കിഞ്ചന ശക്തസ്യാത് പരമേശാനി ശക്തിയുക്തോ ഭവേദ്യഭി എന്ന് നമ്മൾ എന്താ ഇതിന്റെ അർത്ഥം? പരനാണെങ്കിലും ശക്തി സമേതനല്ലാത്ത ശിവൻ ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്തവനാണ്. ആ ശിവൻ അല്ലയോ പരമേശ്വരി മഹാമായായിരിക്കുന്ന ദേവി അവിടത്തോട് ചേർന്നാൽ, ശക്തിയോട് ചേരുമ്പോൾ ശക്തനായി തീരുന്നു. ഇത് ചതുശ്ശതി പറയുന്നതാണ്. നമുക്കറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് ചതുശ്ശതി. അതിൽ പറയുന്ന എന്താണ്? ദേവി സർവപ്രപഞ്ചത്തെയും ആവരണം ചെയ്ത് നിർവികൽപ്പയും സ്വയം പ്രഭയും ആ ഒരു സദാകാരയും സദാനന്ദയുമായിട്ട് വർത്തിക്കുന്നു. ശംഭുവിന്റെ പ്രപഞ്ച പ്രവർത്തന രൂപമായിരിക്കുന്ന ആ ഒരു സാമർഥ്യ സമ്പത്ത് ശക്തിയിൽ നിന്ന് ലഭിച്ചതാണ്. ഇപ്പൊ സംസാര ഛേദകാരിണിയും പരാശക്തിയുമായിരിക്കുന്ന ശിവനിൽ നിന്ന് അഭിന്നയും ശിവങ്കരിയുമാണ്. അപ്പൊ ശിവൻ ജഗത് കാരണമായിട്ട് ഭവിച്ചപ്പോ ദേവി ആ ശിവന്റെ ശക്തിയായിട്ട് തീർന്നു. അപ്പൊ ശിവൻ വിവിധ ഉപാധികളായിരിക്കുന്ന ആ ഈശ്വത്വം സ്വീകരിച്ചപ്പോഴും രുദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ്, സദാശിവൻ, ഈശ്വരൻ, ഹിരണ്യഗർഭൻ, ആ ഒരു സൂത്രാത്മൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥം, വിരാട്, സ്വരാട്, സാമ്രാട് എന്നീ രൂപങ്ങൾ സ്വീകരിച്ചപ്പോഴും ദേവി അതത് രൂപങ്ങളിൽ ശക്തിയായി ഭവിച്ചു. അപ്പൊ ശക്തിരഹിതനാകുമ്പോൾ ശിവൻ നിരർത്ഥകനാണ്. അതായത് ഉപാധി ഭേദമനുസരിച്ച് വിവിധ രൂപങ്ങളിൽ ആ ഒരു പ്രഭവിക്കാനും പ്രവർത്തിക്കാനും ശക്തി ഇല്ലാത്തവനാണ് എന്നർത്ഥം. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ഇന്ദ്രാദി ലോകപാലകരുടെ രൂപം സ്വീകരിച്ചപ്പോഴും ദേവന്മാരുടെ രൂപം സ്വീകരിച്ചപ്പോഴും മനുഷ്യർ, തിര്യക്കുകൾ, ഔഷധികൾ, വനസ്പതികൾ, ഭക്ഷ്യഭോജ്യാദികൾ, നദി സമുദ്രാദികൾ, പർവ്വതങ്ങൾ, വിദ്യുത്, ഇങ്ങനെ എല്ലാ ഉപാധി ഭേദമനുസരിച്ചുള്ള സർവ്വരൂപങ്ങൾ സ്വീകരിക്കുമ്പോഴും ശിവയും പരയുമായിരിക്കുന്ന ദേവി ശക്തി രൂപത്തില് ശിവനോടൊപ്പം തന്നെ വർത്തിക്കുന്നു എന്നർത്ഥം. അപ്പൊ ശക്തിയെ കൂടാതെ ശിവൻ നിരർത്ഥകനാണ്. സർവസാക്ഷിണിയായിരിക്കുന്ന ആ ശക്തി സർവമംഗളമൂർത്തിയായിരിക്കുന്ന ശങ്കരന് പോലും മംഗളത്തെ കൊടുക്കുന്ന ശങ്കരിയാണ്. അപ്പൊ ആ ദേവി ശിവനിൽ നിന്ന് അഭിന്നയാണ്. ആ ശക്തിരഹിതനായാൽ ശിവൻ നിരർത്ഥകനാണ്. ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല. ഇതാണ് സ്കന്ദപുരാണം പറയുന്നത്. അപ്പൊ സ്വയം ജ്യോതിരൂപനും സർവശക്തനുമാണ് ശിവൻ. അപ്പോ അതുകൊണ്ടാണ് ദേവ എന്ന് പറയുന്നത്. ദീപം എന്ന് പറഞ്ഞ പ്രകാശം അല്ലെ? അപ്പോ ആ ഒരു പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ശിവൻ ശക്തി എന്ന് രണ്ടായി പറഞ്ഞതിന് എന്താ നമുക്ക് സംശയം തോന്നും? എന്താ അത്? ഏകവും അവിച്ഛിന്നവും ഗുണരഹിതവും നിരാധാരവുമായിരിക്കുന്ന പരബ്രഹ്മം നിർവികാരവും നിസ്പന്ദവുമാണ്. അപ്പൊ അതില് ആ ഒരു സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്ന
ഉണ്ടായ ആ സൃഷ്ടി അഭിവാഞ്ഛയാണ് ചില ആചാര്യന്മാര് വിമർശ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ തന്ത്രശാസ്ത്രം പ്രകാശം ശിവനായിട്ടും വിമർശം ദേവിയായിട്ട് പറയാറുണ്ട്. വിമർശം പ്രതിബിംബമാണെന്ന് പറയണു. ആ ബ്രഹ്മശക്തി, അതായത് ചിച്ഛക്തി എന്നും ജഡശക്തി എന്നും രണ്ടായിട്ട് പിരിയുന്നു. ഒന്ന് രണ്ടായി പിരിയുന്നുവെങ്കിലും എന്താണ്, ആ ഒരു ബ്രഹ്മം ആ ഒരു അവിഭക്തമായിട്ട് തന്നെ തുടരുകയാണ്. കാരണം അതിന് ബ്രഹ്മത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ സാമാന്യ യുക്തിക്ക് ചേരാത്ത ഒരു പ്രതിഭാസമാണ് ഇല്ലേ? നമുക്ക് സാധാരണ ബുദ്ധിയിൽ ഇത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ബ്രഹ്മം എന്ന് പറയുന്ന ചിക്ശക്തിയും ആ ഒരു ജഡശക്തിയുമായിട്ട് പിരിയുമ്പോൾ പിന്നെ ബ്രഹ്മം അവശേഷിക്കുന്ന എങ്ങനെയെന്ന് ഒരു ചോദ്യം ഉണ്ടാകാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉപനിഷത്ത് വാക്യമാണ് ആശ്രയമായിട്ട് നിൽക്കുന്നത്. എന്ത്? നമ്മൾ എല്ലാ പൂജകളുടെയും അവസാനം ചൊല്ലാറുണ്ടല്ലേ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. അപ്പൊ ഈ ആശയം നമുക്ക് ഉൾക്കൊണ്ട എന്ത് പൂർണ്ണത്തിൽ നിന്നെടുത്താലും അത് പൂർണ്ണമായിട്ട് തന്നെ അവശേഷിക്കുന്നു. അപ്പൊ ചൈതന്യം എന്ന് പറഞ്ഞാല് ചൈതന്യം ആധാരങ്ങളിൽ അധിഷ്ഠിതമല്ല, അതിന് അളവുകോലുകളില്ല, കാലദേശാദി പരിധികളിൽ നിർണയിക്കപ്പെടാൻ സാധ്യമല്ല. അപ്പൊ മനുഷ്യബുദ്ധിക്ക് സാധാരണഗതിയിൽ എത്തിച്ചേരാവുന്ന നിയമങ്ങളാൽ നിയമിതവുമല്ലിത്. ആ പ്രതിഭാസം അല്പമാത്രമായെങ്കിലും ഉൾക്കൊള്ളണമെങ്കിൽ അസാധാരണമായിരിക്കുന്ന യുക്തിബോധം നമുക്ക് ആവശ്യമുണ്ട്. മനുഷ്യന് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ആചാര്യന്മാര് ബ്രഹ്മസത്യയെ പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശിവനെന്നും വിഷ്ണു തുടങ്ങിയ മൂർത്തികൾക്ക് ആ ഒരു ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് ദർശനങ്ങളിൽ ആ ദേവന്മാരുടെ മായാശക്തിയെ പ്രപഞ്ച കാരണമായിട്ട് വിവരിച്ച് അവര് കാണിക്കുന്നുണ്ട്. അപ്പൊ മായാരൂപിണിയായിരിക്കുന്ന ശക്തിയെ സ്ത്രീയായിട്ടും ആരാധ്യ ദേവനെ ആ സ്ത്രീയുടെ ഭർത്താവായിട്ടും സങ്കല്പിച്ചു പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ മനുഷ്യ ബന്ധങ്ങളിലെ ആ ഒരു ഭാര്യ ഭർത്തൃഭാവത്തിന്റെ അധ്യാരോപം മൂലം തന്നെ ആയിരിക്കാം. പ്രകൃതിയില് അവിരാമമായി നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടിക്ക് കാരണമായി സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം എല്ലായിടത്തും കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചിന്തകൾക്ക് പ്രേരകം ഇത് തന്നെയാണ്. അപ്പൊ ശാക്ത സമ്പ്രദായത്തിലെ ശക്തി ഭർത്താവായിരിക്കുന്ന ശിവന്റെ പത്നീഭാവത്തില് അപ്പൊ സാമാന്യേന സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ശാക്ത സമ്പ്രദായത്തിന്റെ ഒരു വിഭാഗം, അതായത് സമയമതത്തില് ശിവനും ശക്തിക്കും തുല്യ പ്രാധാന്യമാണ് നൽകി കാണുന്നത്. കൗളമതപ്രകാരം ശക്തിക്കാണ് ശിവനേക്കാൾ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകുന്നത്. അപ്പൊ പ്രാമുഖ്യം ശിവനോ ശക്തിക്കോ നൽകുന്നത് ഉപാസകന്റെ ഒരു അധ്യാരോപം മാത്രമാണ് അല്ലെ? അപ്പൊ ശിവശക്തി സാമരസ്യം, അതായത് അവിനാഭാവ സംബന്ധം എന്ന പദം കൊണ്ട് ആചാര്യന്മാര് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് തീയും ചൂടും പോലെ, ഗുണവും ഗുണിയും പോലെ, വാക്കും അർത്ഥവും പോലെയാണ് ഈ ബന്ധം. തീയില്ലെങ്കിൽ ചൂടില്ല എന്ന് പറയുന്ന പോലെ ചൂടില്ലെങ്കിൽ തീയില്ല അല്ലെ? അപ്പൊ ഗുണാധാരമായിരിക്കുന്ന വസ്തു ഇല്ലെങ്കിൽ ഗുണമില്ല, മറിച്ച് ഗുണമില്ലെങ്കിൽ ആധാരമായിരിക്കുന്ന വസ്തുവുമില്ല. വാക്കില്ലെങ്കിൽ അർത്ഥമില്ല, അർത്ഥമില്ലെങ്കിൽ വാക്കില്ല. ഈ ആശയമാണ് കാളിദാസൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാഗർത്ഥാവിവ സംപ്രപ്തൗ വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരവും. രഘുവംശത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇതല്ലേ? പാർവതി പരമേശ്വരന്മാർ ഒരേ ശക്തിയുടെ രണ്ട് ഭാവങ്ങളാണ്, ഒന്നില്ലെങ്കിൽ മറ്റതില്ല. അപ്പൊ ശിവ ശബ്ദത്തിൽ നിന്ന് ശക്തി ബീജമായിരിക്കുന്ന ഈ മാറ്റിയാല് അവശേഷിക്കുന്നത് ശവം എന്നാണ് അല്ലെ? അപ്പൊ ശവം മാത്രമാണ്. ഇതൊരു പ്രസിദ്ധമായ ചൊല്ലാണ്. അപ്പൊ ദേവി എന്ന് പറഞ്ഞാല് ഈംകാര സ്വരൂപിണിയാണ്, നാദസ്വരൂപിണിയാണ് അല്ലെ? നാദബ്രഹ്മത്തിന് ഈ ശബ്ദപ്രപഞ്ചം ദേവിയാണ് എന്ന് പറയുന്നു. അപ്പൊ ശിവന്റെയും ശക്തിയുടെയും ഈ അവിനാഭാവ സംബന്ധം സൂചിപ്പിച്ചു കഴിഞ്ഞ് എന്താ പറയുന്നത്? ശക്തി, ഹരി, ഹരൻ, ബിരിഞ്ചൻ എന്നിവരാൽ പോലും ആരാധ്യയാണ് എന്ന് ആചാര്യസ്വാമികൾ പറയണു. ആരാധന എന്ന് പറയുന്നത് എന്താണ്? ഉപാസകൻ ഉപാസ്യ ദേവതയുടെ നേർക്ക് പ്രകടിപ്പിക്കുന്ന ആ ഒരു ബഹുമാനം, അല്ലെങ്കിൽ നിവേദനം, ഇല്ലെങ്കിൽ ഐക്യഭാവന എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ആ ഒരു ആവിഷ്കാരം എന്നത് കായികം, വാചികം, മാനസികം എന്നീ 3 തരത്തിലാണ്. ഇപ്പൊ നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുന്നു ദേവിയെ, കൈകൂപ്പി തൊഴുന്നുണ്ട്, ഏത്തമിടുന്നുണ്ട്, നമസ്കാരം പറയുന്നുണ്ട് ഇല്ലേ? ഇതിനെയൊക്കെ നമ്മള് കായികം, സ്തോത്രങ്ങള്, മന്ത്രങ്ങള്, പുരാണ ഇതിഹാസങ്ങള് തുടങ്ങിയ ഉച്ചരിക്കുക, കേൾക്കുക, കേൾപ്പിപ്പിക്കുക, വ്യാഖ്യാനിക്കുക തുടങ്ങിയതെല്ലാം തന്നെ വാചികം. ധ്യാനം, മനനം തുടങ്ങിയവ മാനസികം. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ഒരു ഉപാസകൻ ഉപാസ്യ ദേവതയ്ക്കായി ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മാദികളായിരിക്കുന്ന ത്രിമൂർത്തികൾക്ക് ശക്തി ആരാധ്യയാണെന്ന് പറയുമ്പോൾ മറ്റ് ദേവന്മാര്, ഗന്ധർവ, യക്ഷന്മാര്, ആ ദേവയോനികളുള്ള എല്ലാവരും, ദേവി ഉപാസകന്മാര്, ദേവി തന്ത്രങ്ങൾക്ക് ആചാര്യനായിരിക്കുന്ന മനു, ചന്ദ്രൻ, കുബേരൻ, മന്മഥൻ, അഗസ്ത്യൻ, ലോപാമുദ്ര, സ്കന്ദൻ, വിഷ്ണു,
ദത്താത്രേയൻ, ദുർവാസാവ്, നന്ദികേശ്വരൻ, സൂര്യൻ, യമൻ എന്നീ ആചാര്യന്മാര് ഇവരിൽ എല്ലാവരും തന്നെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ദ്രഷ്ടാക്കളാണ്. പിന്നെ മനുഷ്യർ തുടങ്ങി എല്ലാവരും ദേവി ആരാധ്യയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇവരെല്ലാവരും ദേവിയാണ് ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ പ്രണമിക്കുന്നതിനും സ്തുതിക്കുന്നതിനും അകൃത പുണ്യർക്ക് കഴിയില്ല. ഇപ്പൊ പ്രണാമം എന്ന് പറഞ്ഞാൽ എന്താ? കായികമായിരിക്കുന്ന ഒരു ആരാധനയാണ് അല്ലെ? തല കുനിച്ചു വന്ദിക്കൽ, നമസ്കാരം തുടങ്ങിയ എല്ലാ കായിക ആരാധനാ രീതികളും ഈ പദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട് ഉള്ള ആരാധനയാണ് നമ്മൾ സ്തുതി എന്ന് പറയുന്നത്. ഉപാസ്യ ദേവതയുടെ അപദാനങ്ങള്, വിഭൂതികള്, മന്ത്രരൂപം, ആ സങ്കല്പിതമായിരിക്കുന്ന സ്ഥൂല രൂപം തുടങ്ങിയ വർണ്ണിക്കുന്നതിനെയാണ് നമ്മൾ സ്തോത്രങ്ങൾ എന്ന് പറയുന്നത്. മന്ത്രങ്ങള്, കഥകള് തുടങ്ങിയ ഉച്ചരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ആരാധനാ ക്രമങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ പ്രണന്തും സ്തോതും വാ എന്ന പ്രയോഗം കൊണ്ട് പ്രണാമവും സ്തോത്രവും മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. എങ്കിലും ഉപാസനയുടെ ശ്രേഷ്ഠമായിരിക്കുന്ന ആ മാനസിക പൂജയും അതിൽ വരുന്നുണ്ട്. അപ്പൊ ദേവിയെ ആരാധിക്കുന്നതിന് മുമ്പ് വളരെയേറെ പുണ്യം ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വളരെ വളരെ വ്യക്തമായിട്ട് ഈ ശ്ലോകം പറയുന്നുണ്ട്. അനേക ജന്മങ്ങളില് അന്യദേവന്മാരെ പൂജിച്ചും ജ്ഞാനം നേടിയും തീർത്ഥാടനം ചെയ്തും ധർമാചരണം അനുഷ്ഠിച്ചും പുണ്യം തേടിയ വ്യക്തികൾക്ക് മാത്രമേ ദേവി ഉപാസന നടത്താനുള്ള ആഗ്രഹം പോലും ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ദേവീപരമായിരിക്കുന്ന അനേക മന്ത്രങ്ങൾ ഈ ശ്ലോകത്തിൽ അന്തർഹിതമാണെന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അനേക മന്ത്ര ബീജങ്ങള് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള താന്ത്രിക പ്രയോഗങ്ങൾക്ക് ഈ ശ്ലോകം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മന്ത്രവ്യാഖ്യാനവും പ്രയോഗവും നമ്മൾ ഗുരുമുഖത്തു നിന്ന് തന്നെ അറിയണം. കാരണം നമുക്കല്ലാതെ ഇത് പബ്ലിക്കായിട്ട് പറയാൻ സാധ്യമല്ല. ഹരിഹര വിരിഞ്ചാതി എന്ന പ്രയോഗം കൊണ്ട് അകാര ഉകാരം അകാരം ഇവ ചേർന്നിട്ടുള്ള പ്രണവത്തെയാണ് പറയുന്നത്. ശക്തി എന്ന പദം കൊണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. മാത്രമല്ല ശ്രീചക്രത്തിന്റെ സംവിധാനത്തെ ആസ്പദമാക്കിയും ഈ ശ്ലോകത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ശിവശബ്ദം 4 ശിവചക്രങ്ങളെയും ശക്തി ശബ്ദം 5 ശക്തി ചക്രങ്ങളെയും സൂചിപ്പിക്കുന്നു. അതായത് ചതുർഭി ശിവചക്രൈശ്ച ശക്തി ചക്രൈശ്ച പഞ്ചഭി ശിവശക്തിയാത്മകം ജ്ഞേയം ശ്രീചക്രം ശിവയോർ വപുഹു. ശിവചക്രങ്ങള് ശക്തി ചക്രങ്ങളോട് ചേർത്ത് ജഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. ശിവശക്തി ചക്രങ്ങൾ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ശിവശബ്ദം എന്ന് പറയുന്നത് ബ്രഹ്മശബ്ദത്തിന്റെ വൈഖരി രൂപത്തിലുള്ള ആ ഒരു വ്യഞ്ജനങ്ങളെ കുറിക്കുന്നുവെന്നും ആ ഒരു സ്വയം ഉച്ചാരണ ക്ഷമങ്ങളല്ലാത്ത വ്യഞ്ജനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് സ്വരങ്ങളെ ശക്തി ശബ്ദം കുറിക്കുന്നതാണെന്നും പ്രപഞ്ചശക്തികളെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ മന്ത്രങ്ങളുടെയും ഉൽപ്പത്തി ശിവശക്തി സംയോഗം കൊണ്ടുണ്ടായതാണെന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഷയും അർത്ഥങ്ങളും, അതായത് അർത്ഥ സംവാഹങ്ങളായിരിക്കുന്ന അക്ഷരങ്ങളും അക്ഷര സംഹിതകളായിരിക്കുന്ന പദങ്ങളും വാക്യങ്ങളുമായി സർവ പ്രപഞ്ചത്തെയും പ്രതിനിധാനം ചെയ്യുന്നതും സാഹിത്യ സംഗീതാദി കലകളില് വിവിധ ശാസ്ത്രങ്ങളില് രസമായും ജ്ഞാനമായും വർത്തിക്കുന്നതും ഈ ശിവശക്തി സാമരസ്യം തന്നെയാണ്. അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകം തന്നെ വളരെ വളരെ എന്താ പറയാ താന്ത്രികമായിട്ടും ഒരു മന്ത്ര സമ്പുടിതമായിട്ടും വളരെയധികം എന്താ പറയാ ആ ആന്തരിക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ സൗന്ദര്യത്തിന്റെ ലഹരി, അതായത് ദിവ്യമായിരിക്കുന്ന സൗന്ദര്യം, അതിനെയാണ് നമ്മൾ ലഹരി ഉണ്ടാക്കുന്നത് അല്ലെ? യഥാർത്ഥ സൗന്ദര്യം ദർശിച്ച ഒരു വ്യക്തിയുടെ ലഹരി എന്നർത്ഥം. ആ എന്തായിരിക്കും യഥാർത്ഥ സൗന്ദര്യം? ഒരു ബാഹ്യമല്ലാത്ത ഒരു ആന്തരിക സൗന്ദര്യം ദർശിച്ച ഒരു വ്യക്തിയുടെ ലഹരി എന്ന് പറയുന്നത് ആ ഒരു ഉന്മത്താവസ്ഥ ഇല്ലേ? അതാണ് നമ്മള് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ശങ്കര ഭഗവത്പാദര് കൈലാസത്തിന്റെ ചുവരുകളിൽ എഴുതിയിരുന്നതിൽ നിന്നും കിട്ടിയതാണ് ആദ്യത്തെ 41 ശ്ലോകങ്ങള്. ബാക്കി ശ്ലോകങ്ങൾ അദ്ദേഹം ആനന്ദലഹരിയിൽ എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇത് ആദ്യത്തെ 41 ശ്ലോകങ്ങൾ തന്നെ അദ്ദേഹത്തെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചുവെന്നും അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ ഒരു ഉന്മത്താവസ്ഥയിലാണ് അദ്ദേഹം ബാക്കി ശ്ലോകങ്ങൾ എഴുതിയെന്നും പറയുന്നുണ്ട്. അപ്പോ ആ എന്താ പറയാ ഈ 41 ശ്ലോകങ്ങൾ പഠിച്ചതിൽ നിന്നുണ്ടായ ഒരു ആനന്ദം. അപ്പോ അത് ഏത് വിധത്തിൽ നോക്കിയാലും അതീവ താന്ത്രിക രഹസ്യങ്ങളും ആ ഒരു കാമശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട അതിശക്തമായിരിക്കുന്ന ഒരു സ്തോത്രമാണ് സൗന്ദര്യ ലഹരി എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ശാക്തേയ ഉപാസകർക്ക് മാത്രം മനസ്സിലാകുന്ന രഹസ്യ തത്വങ്ങള്, ശ്രീചക്രം, പഞ്ചദശാക്ഷരി മന്ത്രം എല്ലാം തന്നെ ഇതില് വിശദമാക്കുന്നുണ്ട് അല്ലെ? ആരാണ് ശിവൻ? ഒരു സാധകനെ സംബന്ധിച്ച് 7 ഉല്ലാസങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണത്?
ആരംഭം, തരുണം, യൗവനം, പ്രൗഢം, ഉന്മനം, തദന്തം, അനവസ്ഥ. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ അത് അനുഭൂതി വിഷയമാണ്. കാരണം ദൈവീ അനുഭൂതിയാണ് നമ്മൾ എന്താ പറയാ ആ ഒരു ഭൗതിക അനുഭൂതിയായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാം തന്നെ ദേവിയുടെ 36 തത്വാധിഷ്ഠിതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാന കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേവി മഹാത്മ്യത്തില് യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞിട്ട് പ്രസവിത്രി, ദേവിക്ക് എന്താ മാതൃരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞപ്പോ ലളിതാ സഹസ്രനാമ അമ്മ എന്താ പറയുന്നത്? പ്രസവിത്രി പ്രചണ്ഡാത്മ. എന്നിട്ട് ദേവി 36 തത്വങ്ങളിൽ പറയുന്നുണ്ട് ബുദ്ധിരൂപേണ സംസ്ഥിത, അല്ലെ? ആ ഒരു വിശപ്പ്, ദാഹം, മേധ തുടങ്ങി എല്ലാം എന്തൊക്കെയാണോ മനുഷ്യൻ അനുഭവിക്കുന്നത്, എന്തിലൂടെയൊക്കെയാണോ മനുഷ്യൻ ആ ഒരു ശരീര സംബന്ധിയായിട്ട് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, മനുഷ്യന്റെ അനുഭവങ്ങൾ എല്ലാം തന്നെ ദേവിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭ്രാന്തി പ്രത്യയം എന്ന ഒരു വാക്കുണ്ട്. എന്താണിത്? അത് ഡ്യുവാലിറ്റി നിമിത്തം, അതായത് ഭ്രാന്തി പ്രത്യയം. നമുക്ക് യാദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ അമ്മയെ അങ്ങനെ പറയുന്നത്? ഭ്രാന്തി എന്ന് പറഞ്ഞാൽ, ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെ രണ്ടായിട്ട് കാണുക. ഡ്യുവാലിറ്റി നിമിത്തം, അതായത് മായ, അജ്ഞാനം തുടങ്ങിയ ആവരണങ്ങൾ കൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് യഥാർത്ഥ സത്യത്തെ കാണാൻ സാധ്യമല്ല. അല്ലെ? ഹിരൺമയേന പാത്രേന സത്യസ്യ അഭിഹിതം മുഖം. സത്യത്തെ സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാലാദിയായ മൃദു നൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്. കാരണം അനുഭൂതിയുടെ പരമകാഷ്ഠയിൽ രചിച്ച ഈ സ്തോത്രത്തില് ധാരാളം വേദാന്ത രഹസ്യങ്ങള്, സൗന്ദര്യ ശാസ്ത്രം, വാത്സായന മുനിയുടെ കലകള് എല്ലാം ഇതിലുണ്ട്. 64 കലകൾ ഇതിലുണ്ട്. ഇപ്പൊ കാമശാസ്ത്രത്തിന്റെ ഭാഗമാണിത്. 18 വിദ്യകളുണ്ട് ഇതിനകത്ത്. താന്ത്രികത്തില് 18 വിദ്യകളുണ്ട്. സാധാരണ 14 ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ ശിവൻ ശക്തിയോട് ചേർന്നത് കൊണ്ട് മാത്രമാണ് ശക്തനായി തീരുന്നത്. അല്ലെങ്കിൽ ഈ ദേവന് സ്പന്ദിക്കാൻ സാധ്യമല്ല. അപ്പോ എന്താണ് ആ ഒരു ശിവശബ്ദം കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാല് വശീകാന്തോ എന്ന ധാതുവിൽ നിന്നാണ് ശിവൻ ഉണ്ടായത്. വശി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എല്ലാത്തിനെയും വശത്താക്കുന്നവൻ. വശി തിരിച്ചിട്ടാൽ എന്താ വരിക? ശിവ, അല്ലെ? അപ്പൊ എല്ലാത്തിനെയും വശത്താക്കുന്നവനാണ് ശിവൻ. ഹിംസ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഹം തിരിച്ചിട്ടാല്, അല്ലെ? വശ്യകൻ എന്ന് പറഞ്ഞാൽ കശ്യപൻ. നാഗം തിരിച്ചിട്ട ഗാനം. പരിപു, പുരി, ഇങ്ങനെ ധാരാളം വാക്കുകൾ സംസ്കൃതത്തില് ഈ അനുരൂപമായിട്ട് വായിച്ച് നമുക്ക് അർത്ഥം എടുക്കാൻ സാധിക്കും. അപ്പോ ശിവൻ ലോകത്തെ തന്നെ, അതായത് വശത്താക്കിയവനാണ് ശിവൻ. അനാദിയായിരിക്കുന്ന അവിദ്യാമലം ഉരുളാത്തവനാണ് ശിവൻ. അത്യന്തം പരിശുദ്ധമായിരിക്കുന്ന ശുദ്ധ സ്ഫടിക സംകാശം, അതായത് മായയുടെ കറ പുരളാത്തവനും പരിശുദ്ധമായ അവസ്ഥയാണ് ശിവാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ശരീര കഞ്ചുകോ ശിവ നിഷ്കഞ്ചുകിത പരശിവ. ഇപ്പൊ പരശുരാമ കൽപ്പസൂത്രം അങ്ങനെയാണ് പറയുന്നത്. കാരണം ശരീരമാകുന്ന വസ്ത്രം ധരിച്ചവനാണ് ശിവൻ, അതായത് ജീവൻ, ആത്മാവ്. ഏത് ജീവിയുടെയും ഇത് പറയാം നമുക്ക്. ഈ ശരീരമാകട്ടെ എന്താണ്? മായാകൽപിതമാണ്. അപ്പൊ കഞ്ചുകം ഇല്ലാത്ത ആളിനെ എന്താ പറയുന്നത്? പരശിവൻ. നിഷ്കഞ്ചുകൻ, അതിനാണ് പരശിവൻ. അപ്പൊ കഞ്ചുകം എന്ന് പറയുന്ന ശരീരം ധരിച്ചിരിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? ശിവൻ. അപ്പൊ ഏത് ജീവിക്കും ഇത് ആപ്ലിക്കബിൾ ആണ്, അല്ലെ? അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതാണ്. അപ്പൊ ഇതാണ് നമുക്ക് അനാദിയായിരിക്കുന്ന അവിദ്യ. അപ്പൊ മായാമലം എന്ന് പറയുന്നത് എന്താണ്? കൽപ്പിതമാണ്. മായാമല കൽപ്പിതമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. പൂർവജന്മ സുഹൃത ദുഷ്കൃതങ്ങളുടെ ആ പരിണാമ ഫലമാണ് ഈ കാണുന്ന സ്ഥൂല ശരീരം. അപ്പൊ ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവാണ് ശിവൻ. ഈ ശരീരം ഉപേക്ഷിച്ചാല് പരമശിവനായിട്ട് തീരുന്നു. ഇതാണ് പരമശിവനും ആ ഒരു ജീവശിവനും തമ്മിലുള്ള വ്യത്യാസം. ശരീരത്തിലെ അന്തർയാമി എന്ന് പറയുന്നത് അശരീരിയാണ് ജീവശിവൻ. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തിന് സ്പന്ദിക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. ശക്തി ഇല്ലെങ്കിൽ സ്പന്ദിക്കാൻ സാധ്യമല്ല. ഇപ്പൊ പ്രപഞ്ച രഹസ്യമായിരിക്കുന്ന സ്പന്ദനം എന്ന് പറയുന്നതാണ് ശക്തി. ഇപ്പൊ സ്പന്ദനമാണ് ഈ പ്രപഞ്ചത്തിന് ആധാരം. നാം നിശ്ചലമായി കാണുന്നതിന്റെ അകത്തൊക്കെ സ്പന്ദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപം പരമാണുവാണ്. ഈ പരമാണുവിനെ നമ്മൾ ആറ്റംസ് എന്നാണ് വിളിക്കുന്നത്. ആ പരമാണു അതിന്റെ ഏറ്റവും ചെറിയ ഘടകം, എല്ലാത്തിന്റെയും ചെറിയ ഘടകത്തെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ എല്ലാ ആറ്റംസും
ആ പരമാണു, അതായത് ആ പരമാണുവില് പ്രോട്ടോണും ന്യൂട്രോണും ഒരു ന്യൂക്ലിയസും ന്യൂക്ലിയസിന് വലയം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകം ഇലക്ട്രോണുകൾ ചേർന്നതാണ് എല്ലാ പരമാണുക്കളും. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പരമാണുക്കൾ ചേർന്നതാണ്. അപ്പൊ ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് ആ കുണ്ടലിനി, അതായത് സ്പന്ദനം, ഇല്ലെങ്കിൽ ശിവൻ ശവമായിട്ട് തീർന്നേനെ. അപ്പൊ സ്പന്ദമാണ് കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയെ നമ്മൾ പറയുന്ന വേറൊരു പേര്. ആ കുണ്ടലിനി ശക്തിയാണ് നമ്മൾ ദേവി എന്ന് പറയുന്നത്. അങ്ങനെ ശിവന്റെ താണ്ഡവമായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതായത് താളം, അതിന് കാരണം ആരാണ്? ശക്തി തന്നെയാണ്. അനേക സൗരയൂഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സി ഏതെടുത്താലും ആ സൂക്ഷ്മമായിട്ട് ആ ഒരു എന്താ പറയാ വളരെ ചെറിയ തന്മാത്ര എടുത്താൽ പോലും അതിനകത്ത് ഒരു സ്പന്ദനമായിരിക്കുന്നത് ഇരിക്കുന്നത് സാക്ഷാൽ ദേവിയാണ്. ആ സ്പന്ദനത്തെയാണ് നമ്മൾ ശിവതാണ്ഡവം അല്ലെങ്കിൽ പ്രപഞ്ച സ്പന്ദനം അല്ലെങ്കിൽ ഊർജം, എനർജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ ഇവരെല്ലാം തന്നെ ആ ദേവിയെ, പരാശക്തിയെ, ദേവിയെ ആരാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തന്റെ കർമ്മങ്ങളെല്ലാം സൃഷ്ടി, സ്ഥിതി, സംഹാര കൃത്യങ്ങൾ നിർവഹിക്കാൻ കാരണം എന്താ? ഈ അമ്മയുടെ അനുഗ്രഹമാണ്, അല്ലെ? ഇവര് കാലുകളായിരിക്കുന്ന മഞ്ചത്തിലാണ് ദേവി ഇരുന്ന് ഈ പ്രപഞ്ചത്തെ ഭരണം ചെയ്യുന്നത്. ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരിയായിട്ടിരുന്ന അമ്മ ആ ഒരു പ്രത്യേക തരത്തിലുള്ള മഞ്ചത്തിൽ ഇരുന്നിട്ടാണ് ഈ പ്രപഞ്ചത്തെ എന്താ പറയാ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിലൂടെ പരിപാലിച്ച് ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ നാം പൂജിക്കണമെങ്കിൽ എന്ത് വേണം? അകൃതങ്ങളായിരിക്കണ പുണ്യമില്ലാത്തവർക്ക് പറ്റുമോ? അതായത് പൂർവ്വജന്മങ്ങളിലെ സുകൃതം ചെയ്യാത്തവർക്ക് പൂജിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ പൂർവ്വജന്മ പുണ്യമില്ലാത്തവർക്ക് ദേവി ആരാധന സാധ്യമല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പോ ഈ സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മ തലത്തില് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം സൗന്ദര്യ ലഹരി ഒരു ഉപാസനാ മാർഗത്തിലുള്ളതാണെന്ന് മാത്രമല്ല, വളരെയധികം സൂക്ഷ്മാർത്ഥങ്ങൾ നിറഞ്ഞതും കൂടിയാണ്. അപ്പൊ നമുക്കത് അടുത്ത ദിവസം, നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി സൂക്ഷ്മാർത്ഥങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.